സുഗന്ധം ശുചിത്വം നഗരം പദ്ധതിക്ക് തുടക്കം കുറിച്ച് പെരുമ്പാവൂർ നഗരസഭ പാലക്കാട് താഴം പാലത്തിന് സമീപം നിന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സുഗന്ധം ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പാവൂർ പാലക്കാട്ട് താഴത്ത് നടത്തിയ ജനകീയ ശുചീകരണം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി സുഗന്ധപൂരിത മന്ദരംഗം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. അതിനുശേഷം എല്ലാ വാർഡിലേക്കും വാർഡ് തിരിഞ്ഞുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടും. പെരുമ്പാവൂർ നഗരസഭ ഏറ്റവും സുന്ദരമായ പ്രദേശമാക്കി മാറ്റുക എന്നുള്ളതാണ്, മാലിന്യമുക്തമാക്കി മാറ്റുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിന് എല്ലാവിധ ജനങ്ങളുടെ പിന്തുണയും ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമകൃഷ്ണൻ, വാർഡ് കൗൺസിലർ KC അരുൺകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ശുചിത്വം പെരുമ്പാവൂർ സുഗന്ധം എന്ന പദ്ധതിയുടെ ക്ലീനിങ് നമ്മുടെ നഗരസഭയുടെ പാലക്കാട്ടടുത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ നഗരസഭയുടെ ടൗൺ പ്രദേശവും വിവിധ മേഖലകളിലായിട്ട് ഇതേപോലെ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ വിവിധ വാർഡുകളിലും ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും നമ്മുടെ പെരുമ്പാവൂർ നഗരം ഒരു ശുചിത്വ നഗരമായിട്ട് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ശുചിത്വം സുഗന്ധം എന്നുള്ള പരിപാടിയിൽ ആ പരിപാടിയുടെ കൂടെ ഇഴുകിച്ചേരാനായിട്ട് നമ്മുടെ എല്ലാ ജനങ്ങളും, പെരുമ്പാവൂരിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഈ പദ്ധതിയെ വമ്പിച്ച് വിജയപ്രദമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇതിന് എല്ലാവിധ ആശംസകളും ഒരു ജനകീയം എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.